ഇപ്പോൾ അനന്തകൃഷ്ണനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിട്ടുള്ളത്. 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടുന്നുണ്ട്. എന്തെങ്കിലും സംസാരിക്കുമോ എന്നറിയില്ല. ഏറ്റവും അവസാനമായി അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ സന്ദേശമാണ് നമ്മൾ കേട്ടത്. ഒന്നും പറയില്ല, ഒന്നും പറയില്ല. അനന്തോ എന്റെ ആദർശമൊക്കെ നിങ്ങൾ പൈസ കൊടുത്തിരുന്നോ? മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ എന്തായാലും മാധ്യമങ്ങളുടെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല അനന്തകൃഷ്ണൻ. 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ കോടതി അനന്തകൃഷ്ണനെ വിട്ടിട്ടുള്ളത്. ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശം നമ്മൾ കേട്ടത്. ആദ്യമായി ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തൊരു ഓഡിയോ സന്ദേശമാണ്. എനിക്കെതിരെ ഇനി പരാതികൾ കൊടുക്കരുത്, ഇനി പരാതികൾ കൊടുത്തുകൊണ്ടിരുന്നാൽ അത് കൂടുതൽ കേസുകൾ വരും. അങ്ങനെയാകുമ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട, നിങ്ങൾ പണമടച്ച സ്കൂട്ടർ ആണെങ്കിൽ ശരി, സ്കൂട്ടർ അതൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇനി പരാതിയുമായി കേസുമായി മുന്നോട്ട് പോകരുത് എന്നായിരുന്നു അവസാനമായി അനന്തുവിന്റെ ഒരു ഓഡിയോ സന്ദേശം കേട്ടത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങൾ വേണ്ട. ശ്യാം, ചോദ്യങ്ങളോടൊന്നും അനന്തകൃഷ്ണൻ പ്രതികരിച്ചില്ല. എങ്ങനെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്? എന്താണ് പോലീസിന്റെ അടുത്ത നടപടികൾ? ദിവിഷ, അതായത് ചോദ്യങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാൻ അനന്തകൃഷ്ണൻ തയ്യാറായില്ല. പാവപ്പെട്ട സ്ത്രീകളെയാണ് പറ്റിച്ചിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ ഒന്നും തന്നെ മിണ്ടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നിലവിൽ പോലീസ് 5 ദിവസത്തെ കസ്റ്റഡിയാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. ഈ 5 ദിവസത്തേക്കും കസ്റ്റഡി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്ന ഇടപാട് തന്നെ 1000 കോടിക്ക് മുകളിലുണ്ട്. അത് എത്രയുണ്ട് തട്ടിപ്പ് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ പോലും നിരവധിയാണ് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏകദേശം 19ഓളം അക്കൗണ്ടുകൾ ഇദ്ദേഹത്തിന് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് ഓരോ ഇടത്തും വിവിധങ്ങളായിട്ടുള്ള NGOകൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവാറ്റുപുഴയിൽ മാത്രം ഒതുങ്ങുന്ന കേസായിട്ട് ഇത് മാറില്ല. കേരളത്തിൽ എമ്പാടും ഈ കേസിൻ്റെ വള്ളികളുണ്ട്, ഈ കേസിൽ പറ്റിക്കപ്പെട്ട ആളുകളുണ്ട്. അത് ഒരുപക്ഷെ അതുകൊണ്ട് മൂവാറ്റുപുഴ പോലീസാണ് അന്വേഷിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് അനന്തകൃഷ്ണനെ വിട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ വ്യാപകമായി പരാതികൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ജില്ലയിലും ആയിരക്കണക്കിന് സ്ത്രീകളാണ് പരാതിയുമായി രംഗത്ത് വരുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള അന്വേഷണവും ഇതായി വിശ്വാസവും അവിശ്വാസവും തമ്മിലൊരു യുദ്ധമായി മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിശ്വാസ്യതയോടെ ഇപ്പോഴും ആളുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. ചിലർ പരാതികളുമായി രംഗത്തുണ്ട്. യഥാർത്ഥത്തിൽ ഈ അനന്തകൃഷ്ണന്റെ ഭാഗത്തുകൊണ്ട് ഒരു പ്രതികരണമായിരുന്നു വേണ്ടിയിരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായതുകൊണ്ടാകാം ഒന്നും മിണ്ടാത്തത്. പേളിന്റെ ആദർശം അടക്കമുള്ളവർ പറയുന്നത് ഞങ്ങളും ഇതിന്റെ ഇരകളായി മാറിയതാണ്. അപ്പോൾ ഇതിന്റെ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവരും ഒരു തരത്തിൽ തട്ടിപ്പിന് അറിയാതെ അതിൻ്റെ ഭാഗമായി മാറി എന്നൊരു വസ്തുത കൂടിയുണ്ട്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം വേഗത്തിലാകട്ടെ. എന്താണ് സത്യം എന്നറിയാൻ കേരളം മുഴുവൻ കാത്തിരിക്കുന്നുണ്ട്.